ഇന്ന് നമ്മൾ രാഷ്ട്രഭാഷാ പുസ്തകത്തിലെ പാഠം 1 ബാബു എന്നുള്ള കവിതയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ കവിത എഴുതിയിരിക്കുന്നത് ശ്രീ സുമിത്രാനന്ദൻ പന്ത്ജിയാണ്. അതിൽ ആദ്യത്തെ ചോദ്യം പദ്യാംശ കാ ഭാവാർത്ഥ് ഹിന്ദി में लिखिए. തന്നിരിക്കുന്ന പദ്യഭാഗത്തിൻ്റെ അർത്ഥം ഹിന്ദിയിൽ എഴുതുക. सेवक है विद्युत बाष्प शक्ति धन बल निदान फिर क्यों जग में उत्पीड़न जीवन योम अशांत. पद्यത്തിൻ്റെ സന്ദർഭം यह पद्यांश हिंदी साहित्य के मधुरतम कवि श्री सुमित्रानंद पंत की बापू कविता से दिया गया है. ഈ പദ്യഭാഗം ഹിന്ദി സാഹിത്യത്തിലെ കവിയായ ശ്രീ സുമിത്രാനന്ദ് പന്ത്ജിയുടെ ബാപ്പു എന്നുള്ള കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണ്. आज के मनुष्य के बारे में कवि इस प्रकार कहते हैं. ഇന്നത്തെ മനുഷ്യനെ കുറിച്ചാണ് കവി പറയുന്നത്. कवि कहते हैं कि आज विज्ञान के कारण मनुष्य का जीवन बहुत बदल गया है. കവി പറയുന്നത് ഇതാണ്, ഇന്ന് സയൻസിൻ്റെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച കാരണം മനുഷ്യൻ്റെ ജീവിതം വളരെയധികം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. വിദ്യുത് और बाष्प पर चलने वाले अनेक यंत्र उसके जीवन को बहुत ही आसान बना लिया. ഇലക്ട്രിസിറ്റിയുടെ ബലത്താലും നീരാവിയുടെ ബലത്താലും ഓടിക്കൊണ്ടിരിക്കുന്ന വളരെയധികം യന്ത്രങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം എളുപ്പമാക്കി തീർക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലേക്കിൻ ഫിർ ബി മനുഷ്യക്ക് ജീവൻ മേ ആജ് ബി അശാന്തി കോ സ്ഥാൻ ഹെ. എന്തൊക്കെ തന്നെ വളർന്നാലും എത്രത്തോളം വളർന്നാലും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നും അശാന്തിക്ക് മാത്രമാണ് കൂടുതലായി സ്ഥാനം നിലനിൽക്കുന്നത്. വിശേഷത കവി ആജ് കെ മനുഷ്യക്ക് ജീവൻ കോ ലേക്കർ ബഹുത് ഹി ചിന്തിത് ഹെ. കവി ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം ചിന്താധീനനായാണ് കാണാനായി കഴിയുന്നത്. ചോദ്യം 2 ബാബു തും പർ ഹേ ആജ് ലഗെ ജഗ് കെ ലോചൻ തും കോൽ നഹി ജാവോഗെ മാനവ് കെ ബന്ദ്. അതിൻ്റെ സന്ദർഭം യഹ് പദ്यांश ഹിന്ദി സാഹിത്യ കെ മധുരതം കവി ശ്രീ സുമിത്രാനന്ദൻ പന്ത് കി ബാപ്പു കവിത സെ ദിയ ഹെ. സുമിത്രാനന്ദൻ പന്തിൻ്റെ ബാപ്പു എന്നുള്ള കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ആജ് കെ മനുഷ്യക്കെ ബാരെ മേ കവി ഇസ് പ്രകാർ കഹത്തെ ഹെ. ഇന്നത്തെ മനുഷ്യനെ കുറിച്ച് കവി ഇപ്രകാരം പറയുന്നു. ഭാവ് വിജ്ഞാൻ ബഹുത്ത് കുച്ച് ലാ സക്താ ഹെ. വിജ്ഞാനത്തിന് എന്തെല്ലാമോ കൊണ്ടുവരാനായി കഴിയുന്നു. ലേക്കിൻ മനുഷ്യക്ക് മന്മേ മാനവതാ കാ വികാസ് വർ നഹി സക്ത. സയൻസ് എത്രത്തോളം വളർന്നാലും മനുഷ്യൻ്റെ മനസ്സിൽ മനുഷ്യത്വത്തിൻ്റെ വികാസം കൊണ്ടുവരാനായി അതിന് കഴിഞ്ഞിട്ടില്ല. ആജ് തോ ദുനിയാമേ മാനവതാക്കി സക്ത് ജരൂരത്ത് ഹെ. ഇന്നത്തെ ലോകത്ത് മനുഷ്യത്വത്തിന് ധാരാളം ആവശ്യകതകളുണ്ട്. ഏക് ബാർ ഫിർ സെ മാനവമേ മാനവതാക്കോ സ്ഥാൻ ദേനാ ഹെ. ഒരിക്കലെങ്കിലും മനുഷ്യൻ്റെ മനസ്സിൽ മനുഷ്യത്വത്തിന് സ്ഥാനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കവി കഹത്തെ ഹേ. കവി പറയുന്നു, ഹേ ബാബു തും മനുഷ്യക്ക് ജംഗ് ലഗ യ ബന്ധൻ കോൽ ദോ. മനുഷ്യനെ എന്താക്കി തീർത്തുകൊണ്ടിരിക്കുന്ന തുരുമ്പ്, അതിനെ മാറ്റിയെടുത്ത് ആ ബന്ധനത്തിൽ നിന്നും മോചിതരാക്കൂ. മാനവതാക്കോ സ്ഥാൻ ദോ. മനുഷ്യത്വത്തിന് സ്ഥാനം കൊടുക്കൂ എന്നാണ് പറയുന്നത്. കവി ആജ് കെ മനുഷ്യക്ക് ജീവ് ലേക്കർ ബഹുത് ഹി ചിന്തിത് ഹെ. ഇന്നത്തെ മനുഷ്യൻ്റെ ആ ജീവനെ കൊണ്ട് ധാരാളം ചിന്തിച്ചു പോവുകയാണ് കവി. മാനവ് കെ മന്നെ ഏക് ബാർ ഫിർ സെ മാനവതാ കോ സ്ഥാൻ ദേനാ ചാഹത്തെ ഹെ. മനുഷ്യ മനസ്സിൽ ഒരിക്കൽ കൂടി മനുഷ്യത്വം കൊണ്ടുവരാനായിട്ട്, ഒരിക്കലെങ്കിലും മനുഷ്യത്വം കൊണ്ടുവരാനായി ചിന്തിക്കുകയാണ് അദ്ദേഹം. കവിതാക്ക സാരാംശ ലിഖിയെ. ബാബു എന്നുള്ള കവിതയുടെ സാരാംശം എഴുതാനാണ് അടുത്ത ചോദ്യം. കവി തഥാ കവിതാ പരിചയം. കവിയെയും കവിതയെയും കുറിച്ചുള്ള പരിചയം. ബാബു നാമക് ഇസ് കവിത കെ കവി ഹേ സുമിത്രാനന്ദൻ പന്ത്. ബാബു എന്നുള്ള ഈ കവിതയിലെ കവിയാണ് ശ്രീ സുമിത്രാനന്ദൻ പന്ത്ജി. ഹിന്ദി സാഹിത്യ കെ മധുരതം കവിയോ മേ ശ്രീ സുമിത്രാനന്ദൻ പന്ത് കാ നാം പ്രശംസനീയ ഹേ. ഹിന്ദി സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കവികളിൽ സുമിത്രാനന്ദൻ പന്തിൻ്റെ പേര് പ്രശംസ അർഹിക്കുന്നതാണ്. പന്ത് അതിമനോഹർ കവി ഹേ. വളരെയധികം മനോഹരമായിട്ടുള്ള കവിയാണ്. ബാബു നാമക് ഇസ് കവിതാമേ കവി ആജ് കെ മനുഷ്യക്കെ ബാരേമേ. കവി ഇന്നത്തെ മനുഷ്യനെ കുറിച്ചുള്ള ചിന്തയാണ്, തൻ്റെ ചിന്തയാണ് വ്യക്തമാക്കുന്നത്. മനുഷ്യക്ക ജീവൻ, മനുഷ്യൻ്റെ ജീവൻ. കവി കഹത്തെ ഹേ കി ആജ് വിജ്ഞാൻ കെ കാരൺ മനുഷ്യക്ക ജീവൻ ബഹുത് ബദൽ ഗയാ ഹേ. ഇന്ന് സയൻസിൻ്റെ വളർച്ച കാരണം മനുഷ്യൻ്റെ ജീവിതം വളരെയധികം മാറിപ്പോയിരിക്കുന്നു. വിദ്യുത് और बाष्प पर चलने वाले अनेक यंत्र उसके जीवन को बहुत ही आसान बना दिया.
വൈദ്യുതിയാലും നീരാവിയായാലും ഓടിക്കൊണ്ടിരിക്കുന്ന വളരെയധികം യന്ത്രം മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം എളുപ്പമാക്കി തീർത്തു. ലേക്കിൻ ഫിർബി മനുഷ്യക്ക് ജീവൻ മേ ആജ് ഭി അശാന്തി കോ സ്ഥാൻ ഹേ. എന്നാൽ ഇന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ അശാന്തിക്ക് മാത്രമാണ് സ്ഥാനമുള്ളത്. വിജ്ഞാൻ ഔർ ജീവൻ, ശാസ്ത്രവും ജീവനവും തമ്മിലുള്ള ബന്ധം. വിജ്ഞാൻ കെ സഹാരെ മനുഷ്യ ദേശ് വിദേശവും പർ വിജയ് പ്രാപ്ത് കർ ദിയ കിയ ഹേ. ശാസ്ത്രം കാരണം മനുഷ്യൻ ദേശത്തും വിദേശത്തും എല്ലാം തന്നെ വിജയം നേടാനായി കഴിയുന്നു. മനുഷ്യക്ക് പാസ് വ ആജ് ഹൃദയ നഹി, മനുഷ്യന് ഇന്ന് ഹൃദയം എന്നുള്ളൊരു വസ്തു തന്നെ ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഉസ്കാ ചബാ ഹുവ വിജ്ഞാൻ കാ ജ്ഞാൻ ചൽത്താ ഹേ, അവൻ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ ചവച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന സയൻസിൻ്റെ അറിവിലൂടെ മാത്രമാണ് ചൽത്ത നഹി, അതിലൂടെ നടക്കുന്നില്ല. സാംസ്കാരിക് ബാത്തോംസെ മനുഷ്യക്ക് ആത്മാ ജീത്തിനെ ലായക് നഹി ബനി, സാംസ്കാരികമായ കാര്യങ്ങളിൽ മനുഷ്യൻ്റെ ആത്മാവ് ജയിക്കാനായി ഒരിക്കലും കഴിയുന്നതും ഇല്ല. മാനവത, മനുഷ്യത്വം. വിജ്ഞാൻ ബഹുത്ത് കുച്ചിലാസക്ത, സയൻസിന് ധാരാളമായി എന്തെല്ലാമോ കൊണ്ടുവരാൻ കഴിയുന്നു. ലേക്കിൻ മനുഷ്യക്ക് മന്മേ മാനവത കാ വികാസ് വ കർ നഹി സക്ത, എന്നാൽ മനുഷ്യൻ്റെ മനസ്സിൽ മനുഷ്യത്വത്തിൻ്റേതായിട്ടുള്ള വികാസം ഒരിക്കലും കൊണ്ടുവരാൻ കഴിയുന്നില്ല. ആജത്തോ ദുനിയാമേ മാനവതാക്കി സക്ത് ജരൂരത് ഹേ, ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർക്ക് മനുഷ്യത്വത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏക് ബാർ ഫിർ മാനവമേ മാനവതാക്കോ സ്ഥാൻ ദേന ഹേ, ഒരിക്കൽ മനുഷ്യ മനസ്സുകളിൽ മനുഷ്യത്വം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കവി കഹത്തെ ഹേ ഹേ ബാബു തും മനുഷ്യക്കോ ജംഗ് ലഗ യ ബന്ധൻ കോ ദിയ, നിങ്ങൾ മനുഷ്യനെ മുഴുവൻ തുരുമ്പാക്കി ആക്കിയിരിക്കുന്നു, അതിനെ മാറ്റിയെടുക്കൂ. മാനവതാക്കോ സ്ഥാൻ ദോ, മനുഷ്യത്വത്തിന് സ്ഥാനം കൊടുക്കൂ. കവി ആജിക്കെ മനുഷ്യക്കെ ജീവ് ലേക്കർ ബഹുത് ഹി ചിന്തിത് ഹേ, ഇന്നത്തെ മനുഷ്യൻ്റെ ജീവനെയും കൊണ്ട് കവി വളരെയധികം ചിന്താധീനനാണ്. മാനവ്ക്കെ മന്മേ ഏക് ബാർ ഫിർ സെ മാനവതാക്കോ സ്ഥാൻ ദേന ചാഹത്തെ ഹേ, മനുഷ്യൻ്റെ മനസ്സിൽ ഒരിക്കൽ കൂടി മനുഷ്യത്വം കൊണ്ടുവരാനായി ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നന്ദി.